നമസ്കാരം. നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ ടീച്ചറോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഒരു സുഹൃത്തായി മാറണം. എന്തും തുറന്നു പറയാൻ അവർക്ക് അധികാരം കൊടുക്കുക. ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്നറിയാമോ? കൊച്ചു കുട്ടികൾക്ക് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ഒക്കെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താലും അവർക്കെല്ലാം തലയിൽ കയറണമെന്നില്ല. മാത്രമല്ല, ചില സെൻസിറ്റീവ് പാർട്സ് തൊട്ടാൽ അവർക്കൊരു ചെറിയ പ്ലഷർ കിട്ടുകയും ചെയ്യും. അങ്ങനെ അവർ പീഡനത്തിനിടയാവാം. പിന്നീട് വേദനയും മറ്റും വരുമ്പോഴായിരിക്കും അവർ തുറന്നു പറയുക. അത് അമ്മയോടും അച്ഛനോടും പറയാൻ പേടി തോന്നും. കാരണം എന്താണെന്നോ, അവരടിച്ചാലോ, അവർ ചീത്തക്കുട്ടിയെന്ന് പറഞ്ഞാലോ, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അമ്മമാർ, പ്രത്യേകിച്ചും അമ്മമാർ, അവർ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവന് സ്വന്തം സുഹൃത്തായി കരുതുക. എന്തും അവരോട് തുറന്നു പറയാനുള്ള അവകാശം കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ സ്കൂളിലെ അന്നന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ പറയും, ആ മാമൻ ഇങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ ആ മാമി ഇങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ ആ ടീച്ചർ അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്നോട് ചെയ്തു എന്നൊക്കെ. ഈ കുറച്ച് മുതിർന്ന പെൺകുട്ടികളിൽ നിന്ന് പോലും ചില പെൺകുഞ്ഞുങ്ങൾക്ക് ഇത്തരം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ വേദനയൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും, സഹിക്കാൻ പറ്റാതെ വരുമ്പോഴായിരിക്കും അവരമ്മയോട് പറയുന്നത്. കാരണം അമ്മ അത്ര ഭയങ്കരിയല്ലേ. അമ്മ ഈ കുട്ടിയെ ചീത്തക്കുട്ടിയെന്ന് പറഞ്ഞാലോ അടിച്ചാലോ, അപ്പോഴേക്കില്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ പറയില്ല, ആകെ വേദന എന്ന് മാത്രം പറയും. അത് പക്ഷേ ഡോക്ടറുടെ മുമ്പിൽ അവർ തുറന്നു പറയും. അപ്പോഴവിടെ നടന്നതും ഒക്കെ അവർ അറിയുന്നത്. ചില അമ്മമാരുണ്ട്, എന്തോ ഒരു പ്രസ്റ്റീജിൻ്റെ കാരണം കൊണ്ട് ഈ കുട്ടിയെ വീണ്ടും ആ പീഡിപ്പിച്ച കുട്ടിയുടെ വീട്ടിലേക്ക് വിടുന്നവർ, അവരുമായിട്ട് സൗഹാർദ്ദം പുലർത്തുന്നവർ. എന്താണെന്നറിയില്ല അതിനൊക്കെ കാരണം. ഇപ്പോഴെല്ലാവർക്കും സൊസൈറ്റിയിൽ നല്ല വിലയാണ് വേണ്ടത്. കുറച്ച് റിച്ച് ആൻഡ് പ്രസ്റ്റീജിയസ് ഫാമിലിയിലെ ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ ആൾക്കാരാണ് ഇവരെയൊക്കെ അബ്യൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അവർ കണ്ണടയ്ക്കും. അവരുമായിട്ടുള്ള സൗഹൃദമില്ലാതെ ഇരിക്കണ്ട എന്നുള്ള രീതിയിൽ. അത് വളരെ അപകടകരമാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോടൊപ്പം നിൽക്കൂ. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ സുഹൃത്തുക്കളാക്കട്ടെ. അവർ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാനുള്ള കാതുകൾ നിങ്ങൾ തുറന്നു കൊടുക്കൂ. അങ്ങനെ ആയിരിക്കണം ഒരു ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ കുറേയൊക്കെ പീഡനങ്ങളും ഒക്കെ, അതായത് പ്രത്യേകിച്ചും പീഡോഫിലിക്കായിട്ടുള്ള ജനങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളും മറ്റും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അവർക്കൊരു സ്വസ്ഥമായ ജീവിതം കിട്ടും. ഇല്ലെങ്കിൽ അത് അവരുടെ ജീവിതകാലത്തോളം അവരെ പിന്തുടരും, ഒരു ട്രോമയായിട്ട്.